ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഇല്ല, കുറച്ചല്ല 1-2 മാസങ്ങളായിട്ട് ഷോർട്സ് ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ ഒക്കെ നല്ല രീതിയിൽ കുറവാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്ലെയിനൊക്കെ കണ്ട പോലെ നമ്മളൊരു ചെറിയ പെട്ടെന്നുണ്ടായൊരു കുക്കിംഗ് വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കാൻ പോകുന്നത്. വീഡിയോ എടുക്കണോ, വ്ളോഗ് എടുക്കണോ, ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് എന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ വിളിച്ചതാണ്. അപ്പം ഞാൻ വേഗം പോയി മാറ്റി പിടിച്ച് വന്നതാണ്. ഉമ്മ എന്താ ഉണ്ടാക്കണത് നമ്മൾ? അപ്പോൾ ഗൈസ് സംഭവം എനിക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മൻ്റെ സ്പെഷ്യൽ ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പറയുമ്പോൾ തന്നെ അങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. എന്താ പേര് നിങ്ങൾ ഉമ്മ മഴ പെയ്തിട്ട് ഓടിയതാണ്. നമുക്ക് തിരുമ്പി ധരിച്ചിട്ട് വരാം. കുക്കിങ്ങിനിടയിൽ സംഭവിച്ചത് എന്ത് ഫാത്തിമ ഷിഫ? അപ്പം സോറി ഗൈസ്, അതിനിടയ്ക്ക് സംഭവിച്ചെന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയത് ആദ്യം ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി കൊഴിച്ച് വെച്ചത്. പുറത്തൊന്നും വാങ്ങൂല, പൊരിച്ചപ്പത്തിന് വാങ്ങൂല. അപ്പം അതിൻ്റെ മിക്സാണ്. അരിപ്പൊടിയും കണക്കി ജീരകം ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ ഇത് കുഴയ്ക്കണം. ഇതാ ഇത്രയും ചിക്കനുള്ളൂ, ഇത്രയും പത്തിരിക്ക് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ചിക്കന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പകുതി എത്തിയപ്പോഴാണ് വ്ളോഗ് എടുക്കേണ്ട കാര്യം, നമുക്ക് പെട്ടെന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ചിക്കൻ നമ്മൾ പൊരിച്ചുണ്ട്. അപ്പോൾ ചിക്കൻ ഇതേപോലെ നല്ല മസാല തേച്ച് കായം തേച്ച് വെക്കണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് കായൊക്കെ തേച്ചിട്ട് സെറ്റാക്കി വെക്കാം. വെളുത്തുള്ളി ഇപ്പോൾ പൊതുവേ നമ്മളെ വീട്ടിൽ എന്തൊരു സംഭവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും വെളുത്തുള്ളി കൂടുതലായിട്ട് ആഡ് ചെയ്യും. കാരണം വെളുത്തുള്ളിൻ്റെ ഒരു ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ സവാള അങ്ങനെ ഗുനുഗുനാന്ന് അരിഞ്ഞ് വെച്ചത്, കാലി ഗുനുഗുനാന്ന് അരിഞ്ഞ് വെച്ചത്, കുറച്ച് പച്ച സാധനങ്ങൾ ആൻഡ് പച്ചമുളക്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ. അതോടെ പൊടി കൊഴിക്കണ തിരക്കിലാണ്. ഇവിടെ ഇതുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ഐറ്റംസ് ഉള്ളത്. അപ്പം ഇനി എന്തായാലും ഈ ഇതൊന്ന് നല്ല രീതിയിൽ കുഴച്ച് വെച്ചത്. അതുപോലെ ഇഞ്ചി നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വെളിച്ചെണ്ണയിൽ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇത്തിരി ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പത്തിരിൻ്റെ ഷേപ്പിലേക്ക് ഈ ഒരു പൊടിയെ കൊണ്ടെത്തിക്കണം. അതിന് മുന്നേ നമ്മൾ ഇതിവിടെ മാറ്റി വെച്ചിട്ട് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട സവാള സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് വരാം. പച്ചമുളകിൻ്റെ കൂടെ വേണമെങ്കിലല്ല നിർബന്ധമായിട്ടും ടൊമാറ്റോ ആൻഡ് സവാള ഇട്ട് കൊടുക്കാം. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ആട്ടോ ഇടാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കൊരു ഉമ്മൻ്റെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്തൊരു സംഭവം ഞാനായാലും ഇപ്പോൾ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരിത്തിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഇതൊന്ന് വാടി വന്നിട്ട് കാണും ഗൈസ്. കാര്യമായിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കരണ്ട് പോയി. ചട്ടിയിൽ കുറച്ച് സംഭവങ്ങൾ അവിടെ കുക്കാവാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്ന് വാടി കറക്റ്റ് പാകമായി വരുന്ന നേരം കൊണ്ട് കരണ്ട് ഇനി എപ്പോഴാന്ന് വരാമെന്നല്ല, പക്ഷെ നമുക്ക് വീഡിയോ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കണം. കാരണം അതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പം അത് അവിടെ നിന്ന് കുക്കാവട്ടെ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പത്തിരി പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ഈ ഒരു സാധനമാണ് കേട്ടോ, മാവും അത് ഈ ഒരു രീതിയിലേക്ക് പരത്തി എടുക്കുന്നുണ്ട്. ഇത് എണ്ണയില്ലേ, നല്ലെണ്ണ, ഇത് നല്ലെണ്ണൻ്റെ മൂടിയാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ലെണ്ണൻ്റെ മൂടിയാണ്. അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പത്തിരികളാക്കി എടുക്കാം, ചെറിയ കുഞ്ഞു പത്തിരികളായിട്ട് എടുക്കാം. അപ്പോൾ കരണ്ട് നമ്മൾ പ്രാർത്ഥനക്കൊടുവിൽ കരണ്ട് വന്നിക്കണ്. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ഇതുവരെ എത്തിയിട്ടുണ്ട്. പറയൂ. അപ്പം നമ്മൾ ഇത് പൊരിക്കാൻ വേണ്ടി പോവാണ്. തവിടെണ്ണയിലാണ് നമ്മൾ സംഭവം പൊരിച്ചെടുക്കാൻ പറ്റില്ല. മുങ്ങി കിടക്കണം, ഫുൾ ഒഴിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ല ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായോ നോക്കാം. ടെക്നോളജി എടി കൈ കൊള്ളാണ്ട് സൂക്ഷിക്കണം. ഈ ഒരു കളറിലാവുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം. ഗൈസ് നമ്മളെ സംഭവം ഇവിടെ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വന്നിട്ട് ഫസ്റ്റത്തെ ട്രിപ്പിൽ പൊരിച്ചിട്ട് സംഭവമാണ്. ഈ ഒരു രീതിയിലായിട്ടുള്ള ചെറിയ കോയിന് പോലെ ഇതുണ്ട് ഫോക്കസ് ആയിരിക്കുന്നത്.
നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇതിൻ്റെ സൗണ്ട് ഇതിൽ കേൾക്കുമെന്ന് എനിക്കറിയില്ല, പുറത്ത് നല്ല മഴയാണ്. ഈ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെറിയ കോയിനായിട്ട് പൊരിച്ചെടുക്കുന്നത്. ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ തന്നെ. അപ്പോൾ അതിലേക്ക് ഈ ഒരു സംഭവം കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. സൗണ്ട് ഏൽപ്പിച്ചതാ. എന്തായാലും നമുക്ക് മറ്റു സംഭവം ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇപ്പം നമ്മൾ ഇടാൻ പോണത് കരിവേപ്പില. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോണത് അതൊരു സ്പെഷ്യൽ മസാല എന്ന് വേണം പറയാന്. നമ്മൾ കുറച്ച് ബിരിയാണി മസാല ഇട്ടെടുത്ത് കുറച്ച് ഉപ്പിട്ടോ ഓക്കെ. നമ്മളിതെല്ലാം കൂടി നല്ല രീതിയിൽ വേണ്ടപ്പോ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടിക്കണ്ട, പൊരിച്ച് വെച്ച ചിക്കൻ ഇത് എന്നിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് നല്ല രീതിയിൽ കുത്തി ചതയ്ക്കണം. ഇത് ഈ ഒരു രീതിയിൽ എന്തെങ്കിലും വെച്ച് ചതക്കുക, മിക്സിയിലിട്ട് ചതയ്ക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കണം ചിക്കൻ ഈ ഒരു മസാലയിൽ. അപ്പോൾ ഗൈസ് നല്ല രീതിയിൽ കുത്തി ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ഇവിടെ ഒഴിച്ചെടുക്കാൻ പോകുന്നത് ഗൈസ്. അത് നല്ല രീതിയിൽ മിക്സ് ആക്കാം. അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പത്തിരിയും അതുപോലെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇനിയാണ് മക്കളെ മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിലോട്ടിട്ട് മിക്സ് ആക്കാന്നുള്ളത് ഞാനാണ് ചെയ്യുന്നത്. ഉമ്മ പറഞ്ഞു തരണം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ. ഒരു രീതിയിൽ കണ്ടോ, സൗണ്ട് കണ്ടോ, ഇത്രയും റേഞ്ച്. ഈ ഒരു ക്രിസ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെൽപ്പത്തിൽ തന്നെ പൊരിക്കണം. അങ്ങനെ താഴോട്ടൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ എടുക്കുന്നു. ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ മെയിൻ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കരിവേപ്പ് ചപ്പ് പുതിന ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ ഫിനിഷിങ്. ഇനി ഇങ്ങനെ ഇതിങ്ങനെ എടുത്തിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് നല്ല രീതിയിൽ സെർവ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ കാത്തുന്ന സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരുകൾ എന്തായാലും കണ്ടെത്തണം. അപ്പോൾ ഇത് ടേസ്റ്റ് ഒക്കെ അതിങ്ങനെ നല്ല രീതിയിൽ ചിക്കനൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിങ്ങനെ എടുത്തിട്ട് ടേസ്റ്റ് നോക്കാം. ഞാൻ പറഞ്ഞില്ല ആ ക്രിസ്പിനെസ് ഇപ്പോഴും പോയിട്ടില്ല. ഇങ്ങനെ എടുത്തിട്ട് വെറുതെ പറയില്ല, നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. സിമ്പിളാണ്. ഞാൻ വ്ളോഗൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുക്കിംഗ് വ്ളോഗ് ഓവർ എടുക്കാത്തതുകൊണ്ടും അതിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങളോട് നേരം വൈകിയതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സംഭവം ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം, ഹമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾ എന്തായാലും കണ്ടെത്താം. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നല്ല അടിപൊളി കട്ടൻ ചായ, വളരെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് അല്ല കട്ടൻ ചായ, പിന്നെ എന്തിൻ്റെ കൂടി അടിപൊളി കോമ്പോ ആണല്ലോ കട്ടൻ ചായ. ഇതിന് പറ്റ അടിപൊളി കോമ്പോ ആണ്. പാൽച്ചായയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കട്ടൻ ചായയാണ് കുറച്ചുകൂടി ഇതിന് നല്ല ടേസ്റ്റ് കിട്ടും കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രം അഫ്സ സക്കീർ. ടാറ്റാ.